ലക്ഷ്യങ്ങൾ കൃത്യമാണെങ്കിൽ വിജയം നമ്മുടെ കൈകളുണ്ടാവും. ശരിയല്ലേ? +1 പഠനം ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചെടുക്കാൻ KKMS വിഷൻ എടുക്കുന്ന ഗാന്ധിയോ ബാച്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഐ ആം കൃഷ്ണ മറമ്പ്. പഠിക്കാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടൻസി എന്ന ചാപ്റ്ററിലാണ്. നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അക്കൗണ്ടൻസ് പഠിക്കുമ്പോൾ അക്കൗണ്ടന്റായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ജസ്റ്റ് എന്ന് പറഞ്ഞു പോവാം. Accounting is the language of business. It is the systematic process of identifying, recording, classifying, summarizing, interpreting and communicating financial information to users. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ മനസ്സിലാക്കാനും അത് വിലയിരുത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, അതിൽ 3 ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഐഡന്റിഫൈങ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് പറഞ്ഞു. ഓക്കെ, അതാണ് സിമ്പിൾ ആയിട്ട് അക്കൗണ്ടിങ് ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. നമുക്ക് പഠിക്കുന്ന നമ്മുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് AICP ആണ്. അതായത് അതിന്റെ ഫുൾ ഫോം വരുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ് ഈ ഒരു ഡെഫിനേഷൻ നമുക്ക് മുന്നോട്ട് വെച്ചത്. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആ ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരിക്കണം അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ. ഓക്കെ, അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഈ ഒരു 3 വേർഡ് നമ്മൾ പഠിച്ചിരിക്കാം: റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് വീണ്ടും വരും വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തുടക്കം മറക്കില്ലല്ലോ. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് സാലറി കൊടുത്തു എന്നല്ല എഴുതിയേക്കുണ്ട്, എത്ര കൊടുത്തു ആ ഒരു മണിയുടെ ടേംസ് ആണ് എഴുതിയേക്കുണ്ട്. നമ്മൾ അളിയന് കാശ് കൊടുക്കുകയാണെങ്കിലും ആർക്കെല്ലാം ഒരു മണി എന്ന രീതിയിലാണ് എഴുതിയേക്കേണ്ടത്. ഓക്കെ, പിന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് എടുക്കുമ്പോഴും ആണെങ്കിൽ മെൻഷൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, ഒന്നിനും പറഞ്ഞു നോക്കിയേ. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, പഠിച്ചിട്ടല്ലോ. അപ്പൊ ആദ്യത്തെ പഠിച്ചേക്കാം. അടുത്ത് നമുക്ക് നോക്കാം. അവിടെ ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻസ്, അതായത് കാശുമായി സംബന്ധിച്ച കാര്യങ്ങൾ സംഭവിക്കണം. ഈവൻസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഓക്കെ, ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ബില്ല് പേ ചെയ്യുകയാണെങ്കിലും സാലറി കൊടുക്കുകയാണെങ്കിലും എന്നീ കാര്യങ്ങൾ സംഭവിക്കുന്നത്. വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അപ്പൊ ഇതിലൊന്ന് പഠിച്ചേക്ക്. രണ്ടാമത്തെ ലൈൻ ഇതിൽ പഠിച്ചു നിങ്ങൾ. ആ ഒരു ലൈനിൽ പറയുന്നത് നമുക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻസ് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാവും, സാമ്പത്തികമായ ഇടപാട് നടന്നായിരിക്കണം. ഓക്കെ, എന്നാണ് അവൻ മീൻ ചെയ്യുന്നത്. മൂന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇന്റർപ്രറ്റിംഗ് റിസൾട്ട് ദെയറോഫ്. അതായത് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് പ്രോഫിറ്റ് ആണോ ലഭിച്ച് അതോ ലോസ് ആണ് സംഭവിച്ചതെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ, എല്ലാം ചേർത്തൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. Transaction and events which are in part at least of a financial character and interpreting results thereof. Okay, ഇതാണ് നമ്മുടെ AICPയുടെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അക്കൗണ്ടൻസി എന്ന ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അക്കൗണ്ടൻസി റെഫറൻസ് ടു സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ് ഗീവ്സ് നോളജ് ഓഫ് ഹൗ ടു മേക്ക് അക്കൗണ്ടിങ് വർക്ക്. അതായത് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ക്രമകൃത്യവും ചിട്ടയോട് കൂടിയതുമായ അറിവാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അക്കൗണ്ടൻസിയും അക്കൗണ്ടിങ്ങും ചില വിദ്യാർത്ഥികൾ മാറിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേർഡ് ഉൾപ്പെടുത്താൻ കാരണം. അതായത് അക്കൗണ്ടിങ് ജോലികൾ എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന തത്വവും അറിവുമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്ക്, കണക്കുകൾ എഴുതുക, വേർതിരിക്കുക, ഫലം കണ്ടെത്തുക, എന്നൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നല്ലൊരു തത്വവും അതിനെ പറ്റിയിട്ട് അറിവ് നൽകുന്നതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേറെ അങ്ങോട്ട് മാറിപ്പോരുത്. അതുകൊണ്ട് ഉൾപ്പെടുത്തിയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ നോക്കാം. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു വന്ന ഡെഫിനിഷൻ ബന്ധപ്പെട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സമ്മറൈസിംഗ് ഉണ്ട്. ഓക്കെ, 6 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഫിനാൻഷ്യൽ ഡാറ്റ, അതിന്റെ റെക്കോർഡിങ്, പിന്നെ ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ,
ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലോ ഐഡന്റിഫൈ ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് നമ്മുടെ സാമ്പത്തിക വിവരങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ്സ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബില്ല്, റെസിപ്റ്റ്, ഇൻവോയ്സ്, വൗച്ചേഴ്സ് ഒക്കെ ഉണ്ടാവല്ലോ. നമ്മൾ എന്താണ് തിരിച്ചറിഞ്ഞിട്ട് വേണം രേഖപ്പെടുത്താൻ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നമ്മൾ നടന്ന സംഭവങ്ങളിൽ നിന്നും പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുന്ന ഒരു പ്രൊസീജിയറാണ് ഫിനാൻഷ്യൽ ഡാറ്റ. അതായത് ഐഡന്റിഫൈങ് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ആ എഴുതുന്ന ബുക്കിനൊരു പേരുണ്ട് ജേണൽ. ആ എഴുതുന്നൊരു ഓർഡറിനൊരു പേരുണ്ട് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ എഴുതുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ജേണലൈസിംഗ് എന്ന് പറയും. ഓക്കെ, നമ്മൾ റെക്കോർഡിങ്ങും ജേണൽ എഴുതാനൊക്കെ പഠിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട്. വരും ഇത് നമുക്ക് നോക്കാം. ഒരു രീതി നമ്മൾ പറഞ്ഞു പോവാണ് ജസ്റ്റ്. ഓക്കെ, രീതി പഠിക്കാനുണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യലാണ് അടുത്ത പ്രോസസ്സ്. അത് വേർതിരിക്കണം. നമ്മൾ ജേണൽ എഴുതിയ കാര്യങ്ങൾ വേർതിരിക്കണം. അതാണ് ലെഡ്ജറിലേക്കാണ് അങ്ങനെ വേർതിരിച്ച് എഴുതാം. അതിന് ചെയ്യുന്ന രീതിക്ക് പറയുന്നതാണ് പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയാം. ക്ലാസിഫൈ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഓക്കെ, നമുക്ക് ബുക്കുകൾ എഴുതി വെച്ച വിവരങ്ങളെ അതാത് ഗ്രൂപ്പുകളിലേക്ക് മാറ്റുക. ഓക്കെ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാശിടപാടുകളെല്ലാം ഒരു ഭാഗത്തും സെയിൽസ് എല്ലാം മറ്റൊരു ഭാഗത്തും നമ്മൾ ചെയ്യാറ്. ഓക്കെ, അങ്ങനെയാണ് ലെഡ്ജറിലേക്ക് ജേണലിൽ നിന്നും മാറ്റി എഴുതുക. ഓക്കെ, നമുക്ക് ലെഡ്ജറിൽ നിന്ന് നമുക്കൊരു കാര്യം സമ്മറൈസ് ചെയ്യണം. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ആണോ ലഭിച്ച, ഒരു ലോസ് ആണോ ലഭിച്ച എന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ആ ഒരു രീതിയാണ് ബാലൻസ് ഷീറ്റ് നമുക്ക് എഴുതി പഠിക്കാനുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെന്റ് ബൈ കൺസിഡറിംഗ് ക്ലാസിഫൈങ് ഡാറ്റ. ഓക്കെ, അഞ്ചാമത്തെയാണ് അനലൈസിംഗ് വരുന്നത്. അനലൈസിംഗ് വരുമ്പോൾ നമ്മളൊരു കാര്യത്തെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് അതിന്റെ റിസൾട്ട് എന്ന് പറയും മീനിങ് ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മുടെ അനലൈസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ബിസിനസ്സിലെ കണക്കുകളെല്ലാം അതിന്റെ ഫലങ്ങൾക്ക് അനുസരിച്ച് വിശദീകരിച്ച് പഠിക്കാം. എന്നിട്ട് നമ്മള് നമ്മുടെ ഓണേഴ്സിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു വേണം. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു ഫിനാൻഷ്യൽ ഡാറ്റേനെ. എന്നിട്ട് നമ്മളെ ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. അതിന്റെ ബുക്കിന്റെ പേരാണ് ജേണൽ. ഏത് രീതിയിലാണ്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ അത് ജേണലിലേക്ക് എഴുതുന്നത്. എഴുതുന്നത് പറയുന്ന പേരാണ് ജേണലൈസിംഗ് എന്ന് പറയും. അവിടെ ജേണലിൽ എഴുതി വെച്ച ഒരു ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫൈ ചെയ്യുന്ന പറയുന്ന പേരാണ് ലെഡ്ജർ, ആ ബുക്കിന്റെ പേര്. ആ ചെയ്യുന്ന പ്രോസസ്സാണ് പോസ്റ്റിംഗ്. പിന്നെ നമ്മൾ സമ്മറൈസ് ചെയ്യും ബാലൻസ് ഷീറ്റിൽ എഴുതിയിട്ട്. നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായി നമ്മൾ നോക്കും. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കും. അതിനുശേഷം നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കും. എന്നിട്ട് നമ്മൾ ആറാമത് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ആർക്കാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക? നമ്മുടെ ഫൈനൽ പൊസിഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓണേഴ്സിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മാനേജേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇൻവെസ്റ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഗവൺമെന്റിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളൊരു ഒരു വ്യക്തിക്കും ആ ഒരു സ്റ്റേജ് പഠിക്കണമെങ്കിൽ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് വന്നിട്ട് ലോ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ആദ്യത്തെ ഐഡന്റിഫൈങ് ഫിനാൻഷ്യൽ ഡാറ്റ, രണ്ടാമത്തെ റെക്കോർഡിംഗ്, മൂന്നാമത്തെ ക്ലാസിഫൈയിങ്, നാലാമത്തെ സമ്മറൈസിങ്, അഞ്ചാമത്തെ അനലൈസിങ്, ആറാമത്തെ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ഓർഡർ ഇങ്ങനെ കീപ്പ് ചെയ്ത് തരണം. പറയുമ്പോൾ മാറിപ്പോകരുത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മള് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇതിന് സംശയങ്ങൾ നമ്മൾ വാട്സപ്പ് ചോദിക്കാനാണ്. അതുപോലെ നമ്മുടെ ഗാൻഡിയോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങളെ ഗൈഡ് കിട്ടാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കിയത് ഒരു ഇൻട്രഡക്ഷൻ ആണ്, ജസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കി. രണ്ടാമത് അക്കൗണ്ടൻസിയും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് പറഞ്ഞു പോയി. പിന്നെയാണ് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ് നോക്കിയത്. ഇത് വേറെ എടുത്ത് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ അധികം എടുക്കാത്ത ഈ ഒരു വീഡിയോയില്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ടോട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഗാൻഡിയോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചോളൂ. നിങ്ങൾക്ക് കൂടുതൽ നല്ലൊരു ഗൈഡ് കിട്ടാൻ ഒരു യൂസ്ഫുൾ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.